ഹബക്കുക്ക് 2:1. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. നോക്കി, കാവൽ ഗോപുരത്തിൽ. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ യാത്രകൾ നിശ്ചയിക്കുക. ആരാ വരുന്നത്, എന്താ വരുന്നത് എന്ന് കാണാനുള്ള കാവൽ ഗോപുരത്തിൻ്റെ പേരാണ് നിന്റെ പ്രാർത്ഥനാ സമയം. Hallelujah. Hallelujah. Have you built that lighthouse? അല്ലെങ്കിൽ ആ ദർശനത്തിൻ്റെ കൂടാരം നീ പണിത്. ദൈവങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഷയം. നിങ്ങളോട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാവൽ ഗോപുരങ്ങൾ നിങ്ങൾ പടുത്തുയർത്തുവാൻ നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങളുടെ കാവൽ ഗോപുരങ്ങൾ ഇനിയും പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിനെ കാത്തിരിക്കുന്ന ഇടവാ. മോശപ്രവാചകൻ വാഗ്ദത്ത കൂടാരത്തിലേക്ക് കയറുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി അവിടെ മുഴുവൻ മഞ്ഞുകൊണ്ട് നിറയുന്നു എന്നൊക്കെ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? ഇതുപോലെ നിന്റെ ഒരു കാവൽ ഗോപുരം. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീട്ടിൽ, ഒരു അച്ഛനൊക്കെ ഉള്ള വീട്ടിൽ അവിടെ ചെന്ന്, അവരെല്ലാം വിദേശത്താണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വീടും കണ്ടിട്ടില്ല. ആ വീടിനകത്ത് നല്ലൊരു ചാപ്പൽ. നിങ്ങൾ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഒരു കോൺവെൻറ്റിൽ പോയ ആ കോൺവെൻറ്റിലെ പള്ളി എങ്ങനെ ഇരിക്കും? അത്ഭുതപ്പെട്ടു പോയി. നല്ല സ്ഥലം. നമ്മുടെ മൂലയ്ക്കൊക്കെ ഈശോയെ മാതാവിനെ എല്ലാവരും മൂലയ്ക്കൊക്കെ കയറ്റി വെക്കും. സ്റ്റെയർ കേസിൻ്റെ മൂലയ്ക്ക് പ്രാർത്ഥനാ മുറി. ഇത് സ്റ്റെയർ കേസിൻ്റെ മൂലയ്ക്കല്ല പ്രാർത്ഥനാ മുറി. ഇത് നല്ല വിശാലമായ കാറ്റൊക്കെ അടിക്കുന്ന ഒരു സ്ഥലത്ത് വിശാലമായൊരു മുറി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-8-10 മക്കളുണ്ട് ആ വീട്ടിൽ. അവരിൽ ഒരാൾ അച്ഛനാണ്, ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചു, എല്ലാവരും സെറ്റിലാണ്. ഇവരൊക്കെ വരുമ്പോൾ ഇവർക്കെല്ലാം കൂടി ഇരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? ആ വീട്ടിലുള്ള മുഴുവൻ അങ്ങൾക്കും ഇരിക്കാൻ വലിപ്പമുള്ളൊരു ചാപ്പൽ. അച്ഛനുള്ളത് കൊണ്ടാണ് ഒരൾത്താര, ഒരു കുരിശ് രൂപം, എൻ്റെ ഒരു മാതാവിൻ്റെ രൂപം, പിന്നെ എന്താ ഒരു തിരിച്ച് രൂപം കൊണ്ടുള്ള ശരിക്കും ഒരു നീല. നിങ്ങൾ മഠത്തിലൊക്കെ പോയി കാണത്തില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നീ കൊടുക്കുന്ന വിലയുണ്ട് പൊന്നുപൈതലേ. അത് നിന്റെ വീടിനകത്തുണ്ട്, നിന്റെ സമയത്തിനകത്തുണ്ട്, നിന്റെ ജോലിക്കകത്തുണ്ട്, നിന്റെ ജീവിതത്തിനകത്തുണ്ട്. നീ എന്തുമാത്രം കർത്താവിൻ്റെ കാവൽ ഗോപുരം നീ പണിതുയർത്തുന്നു എന്നുള്ളത് ഒരു മണിക്കൂറെങ്കിലും നിലവിളിച്ച് പ്രാർത്ഥിക്കണം മക്കളെ. നിങ്ങളോട് ഞാൻ പറയണത്, ഇതെല്ലാവർക്കും ഉള്ള സുവിശേഷമല്ല ഇന്ന് പറയുന്നത്. ഇന്ന് കുറച്ച് പേർക്കുള്ള സുവിശേഷം പറയണേ. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കമന്നടിച്ച് വീണ് കരയണം. നിലവിളിച്ച് മക്കൾ പ്രാർത്ഥിക്കണം. വചനം വായിച്ചിട്ട് കമന്ന് കിടക്കണം. അവിടെ കിടന്ന് നിലവിളിച്ച് ലോകം മുഴുവന് വേണ്ടി നിങ്ങൾക്ക് നിയോഗങ്ങൾ, ആ നിയോഗങ്ങൾക്ക് വേണ്ടി അവിടെ കിടന്ന് കമന്നടിച്ചങ്ങ് പ്രാർത്ഥിക്കണം. അല്ലാതെ ബൈബിൾ വായിച്ച് കുറച്ചേരുന്ന് ഉറങ്ങി എഴുന്നേറ്റ് പോയാൽ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാവൽ ഗോപുരം ഉറക്കളച്ചിരിക്കണം. ശത്രു എപ്പോഴാ കയറി വരുന്നതെന്ന് അറിയത്തില്ല, എന്ത് മെസ്സേജാ തരുന്നതെന്ന് അറിയത്തില്ല. കാവൽ ഗോപുരത്തിന് പ്രത്യേകത ഏതാ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് കിട്ടേണ്ട മുഴുവൻ മെസ്സേജുകൾ കിട്ടേണ്ടടുത്ത് മെസ്സേജ് വരുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ എന്ത് പറ്റും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ നിന്റെ മെസ്സേജുകൾ കിട്ടണം. നീ ഏതാണ്ടൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്ന സ്ഥലമല്ല പ്രാർത്ഥനാ മുറി. നീ കർത്താവിനോട് പറയും, കർത്താവ് നിന്നോട് പറയും, കർത്താവിന് പറയാനുള്ള സന്ദേശങ്ങൾ നിനക്ക് കിട്ടും. അങ്ങനെയുള്ള സ്ഥലത്തിന് പേരെ കാവൽ ഗോപുരം. ഹല്ലേലൂയ. മനസ്സിലായോ മക്കളെ? ഓരോ വീടിനും ഒരു കാവൽ ഗോപുരം വേണം. ഓരോ വീടിനും ഓരോ കാവൽ ഗോപുരം വേണം മക്കളെ. ദേശത്തിൻ്റെ കാവൽ ഗോപുരമാണ് ഇടവകപ്പള്ളി, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ, ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, അമ്മമാരുടെ കോൺവെന്റുകൾ. ഉറങ്ങാതിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ മറന്നുപോയി, എവിടെയാണെന്ന് ഓർക്കണില്ല. ഓക്കെ, വിശുദ്ധ ക്ലാരയുടെ ജീവിതം വായിക്കുകയായിരുന്നു. ക്ലാരപുണ്യവതി. അപ്പം ഫിലിപ്പ് രാജാവ് കപ്പൽ യാത്ര നടത്തി സൈന്യവുമായിട്ട് ഒരിടത്തേക്ക് പോവുക. കൃത്യം രാത്രി 12 മണി കഴിയുമ്പോൾ കൊടുങ്കാറ്റടിച്ചു. ഈ കപ്പല് ഇങ്ങനെ കാറ്റ് കിടന്നിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക. കാറ്റ് കിടന്നിങ്ങനെ അലഞ്ഞുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞ് മുങ്ങാൻ പോകുമ്പോൾ ഫിലിപ്പ് രാജാവ് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ സമയത്ത്
ഈ സമയത്ത് ക്ലാരപുണ്യവതിയും അവളുടെ സഹോദരിമാരും ചാപ്പലിൽ ദിവ്യകാരന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ കപ്പലിന് ഒരപകടവും വരില്ല എന്ന് പറഞ്ഞ നിമിഷത്തിൽ ആ കാറ്റും കോളും ശാന്തമാവുകയും അവര് സുരക്ഷിതരായി കഴിഞ്ഞു എന്ന് ഇത് ക്ലാരപുണ്യവതിയുടെ ജീവിതത്തിൽ എഴുതി വെച്ചിരിക്കുക. അതുപോലെ ഒരു കാവൽ ഗോപുരമാണ് നിങ്ങള്. അപ്പനും അമ്മയും കുടുംബത്തിന്റെ കാവൽക്കാരാണ്, കാവൽ ബാലാക്കന്മാരാ. ഒരു ഉറപ്പ് വേണം മക്കളെ. അച്ഛൻ്റെ ഉറപ്പ് അതാണ്. എൻ്റെ ജീവിതത്തിന് എൻ്റെ ഉറപ്പ് ഇതാണ്. ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി സന്യസ്തർ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി ദൈവമക്കൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കറിയാം. എനിക്ക് വേണ്ടി മണൽ വാരിയിട്ട് മുട്ടയിൽ നിന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. ചുരുങ്ങിയത് 1 മണിക്കൂർ എനിക്ക് ഫാദർ സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എനിക്കറിയാം. ഭക്ഷണം മുഴുവൻ ഉപേക്ഷിച്ച് ചൊവ്വാഴ്ച ദിവസം ഇരുന്ന് എനിക്ക് വേണ്ടി, ഫോർ മീ, അവർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അച്ഛൻ തളരാതിരിക്കാൻ, അച്ഛൻ അഭിഷേകം കിട്ടാൻ, അച്ഛൻ വിശുദ്ധനാകാൻ, അച്ഛൻ പാപം ചെയ്യാതിരിക്കാൻ, അച്ഛന് തെറ്റുകൾ പറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യര്. ഉറപ്പല്ല ഞാൻ എനിക്കറിയാം. ഇത് എനിക്കറിയാം. പട്ടിണിക്കിരിക്കുന്നവര് നീ ദൈവത്തിന്റെ കാവൽ ഗോപുരമാവണം. ഇപ്പം മെത്രാഭിഷേക ശുശ്രൂഷ നടക്കാൻ പോവാണ് 12-ാം തീയതി നമ്മുടെ അഭിയന്തര ജസ്റ്റിൻ പിതാവിൻ്റെ. ഇന്നലൊക്കെ വലിയ മീറ്റിങ്ങുകളാണ്. അപ്പോൾ നമുക്ക് എന്തുമാത്രം ആൾ വരുമെന്ന് ഒരു നിശ്ചയമില്ല. കൃത്യം പറഞ്ഞാൽ ആ ഏരിയ മുഴുവൻ നിറയാനുള്ള ആളുകൾ വരുമെന്ന് ഇപ്പം കണക്ക് കൂട്ടല്. അപ്പോൾ ഇന്നലെ വോളണ്ടിയേഴ്സിൻ്റെ ചാർജുള്ള അച്ഛൻ പറയുന്നത് കേട്ടു, നമ്മൾക്ക് ഇപ്പോൾ ഓടിച്ചെന്നും പറയും ഇനി ഫോണിലൂടെ അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല, ഇവിടുന്ന് മെസ്സേജ് അങ്ങോട്ട് കൊടുക്കും. ആ മെസ്സേജ് സ്വീകരിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ കൗണ്ടറിലുണ്ടാവും. എനിക്ക് സത്യത്തിൽ ചിരിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വരുന്നത്. പക്ഷേ അച്ഛൻ കൊച്ചച്ഛനാണ്, അച്ഛൻ്റെ പ്രായോഗികത അച്ഛൻ പറഞ്ഞത്. ഇവിടെ നിന്നുകൊണ്ട് 8-ാം കൗണ്ടറിലേക്ക് വിളിച്ച് അവിടെ നിൽക്കുന്ന ആരാന്നറിയാം, അവരോട് കാര്യങ്ങൾ പറയും. ഇന്നത് അവിടെ നടക്കണം, ഇന്നതിപ്പോൾ ചെയ്യണം. ഇതാ കാവൽ ഗോപുരം. ദൈവമക്കളെ, കർത്താവ് തരുന്ന സന്ദേശം, കർത്താവ് തന്ന മെസ്സേജ് സ്വീകരിച്ചില്ലെങ്കിൽ കാര്യം പോയി മക്കളെ. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നീ ഉണ്ടാവും. യു ഷുഡ് ബി ദേർ ഇൻ യുവർ വാച്ച് ടവർ. നിന്റെ വാച്ച് ടവർ നമ്മൾ ഇല്ല മക്കളെ, പലപ്പോഴും ഇല്ല. ആർ യു ദേർ ഓൾവേസ്? നോ. മക്കൾ വീണത് എന്താണെന്നറിയാവോ? വീട്ടിലൊരു അനുഗ്രഹം ഉണ്ടാകാത്തത് എന്താണെന്നറിയാവോ? കുഞ്ഞുങ്ങൾക്ക് അപകടം പറ്റത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല ഞാൻ പറയുന്നത് കേട്ടോ. Because there was nobody at the watchtower at that time. നീ നിന്റെ വാച്ച് ടവറിൽ ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് മെസ്സേജ് കിട്ടുകയും ആ അപകടത്തെ, ആ ദുരന്തത്തെ നിനക്ക് അകറ്റാൻ പറ്റുകയും ചെയ്യുമായിരുന്നു. ഒച്ചതിപ്പ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. Be there in your watchtower. Hallelujah. 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 ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇംഗ്ലീഷ് കിട്ടണില്ലല്ലോ. ഞാൻ ലൈറ്റ് ഹൗസ് എന്നാണ് പറഞ്ഞതുണ്ട്. വാച്ച് ടവർ, വാച്ച് ടവർ, കാവൽ ഗോപുരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവളെ ദൈവത്തോട് ചോദിച്ചാൽ ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറയണേ, ഞാൻ നിങ്ങളെ കളിപ്പിക്കത്തില്ല. എൻ്റെ ബോധ്യം പറയണേ, ചോദിച്ചാൽ ഉത്തരം അന്നേരം കിട്ടും. അന്നേരം മെസ്സേജ് തിരിച്ചു വന്നു. ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകത്തിൽ, ഈ ഒരു കരുത്തിൽ, ഈ ഒരു അഗ്നിയിൽ, ഈ ഒരു ചൂടിൽ ദൈവമക്കൾ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 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 കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നു. കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. കല്യാണം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നിൽക്കുക പെണ്ണ. നാളെ വരും എന്നെ കാണാൻ. അവള് പറഞ്ഞോ, ഞാൻ പ്രതീക്ഷിച്ച ആളൊന്നുമല്ല. 2 കൊല്ലമായി ഭാര്യ ഭർത്തൃ ബന്ധം ഇന്ന് വരെ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയല്ലോ. അവനാണെങ്കിൽ ഇവള് ജീവനാണ്. എന്നാ പറഞ്ഞതാ നിങ്ങൾ എനിക്ക് ഒരു ഭർത്താവാകാനുള്ള ഒന്നുവിനില്ല. പിന്നെ അങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നത്. അതേസമയം ഇവളില്ലാതെ അവൻ ജീവിക്കത്തുമില്ല. ഞാൻ എന്നാ പറയണ്ടേ? ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരു സഹായം കിട്ടുമെന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. ഹല്ലേലൂയ. 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 അവളെ ദൈവം ഇടപെടണം. വാച്ച് ടവറിൽ ആളുണ്ടാവണം. അവൾ പറഞ്ഞ അവൾക്ക് ഇഷ്ടമൊക്കെ, പക്ഷേ ഇപ്പം ഇഷ്ടമില്ല. ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എന്നോട് ശ്രദ്ധയില്ല. സ്നേഹമാണ്, ഒരു ശ്രദ്ധയില്ല, പരിഗണനയില്ല.
വിളിച്ച ശല്യമാണ്. അവൻ വിദേശത്താണ്, അവർ വിദേശത്താണ്. ഫോൺ കൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവന് ശല്യമാണ്. പക്ഷെ അവന് ഇവളില്ലാതെ ജീവിക്കാനും പറ്റിയല്ല. എന്നാ പറയുന്നേ? ബി ദെയർ അറ്റ് യുവർ വാച്ച് ടവർ. വളരെ പ്രധാനപ്പെട്ട വിഷയം മക്കളെ, വളരെ പ്രധാനപ്പെട്ട വിഷയമായത്. നിന്റെ കാവൽ ഗോപുരത്തിൽ നീ ഇല്ലെങ്കിൽ നിനക്ക് തെറ്റായി ഒരു നമുക്ക് ഫ്ലൈറ്റ് പോവുക, ഫ്ലൈറ്റ് ആകാശത്തിൻ്റെ ഫ്ലൈറ്റ് പോകുമ്പോൾ ക്യാപ്റ്റന് മെസ്സേജ് കിട്ടുക. അതിപ്പോൾ ഒരു 150 മൈല് അല്ല കിലോമീറ്റർ അല്ല 150 അടി താഴോട്ട് താത്തോളം പറയുക. ആ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ഓപ്പോസിറ്റ് അതേ ഇതിൽ വെലോസിറ്റി വരുന്ന വേറൊരു ഫ്ലൈറ്റിന് കൂട്ടിയിടിക്കും. ഇഫ് യു ആർ നോട്ട് അറ്റ് യുവർ ക്യാബിൻ you will bring out a destruction in your life. നിന്റെ ജീവിതത്തിലേക്ക് ഒരു തകർച്ചയെ നീ വിളിച്ചു വരുത്തുവന്ന കേൾക്കണുണ്ടോ വല്ലവരും? കേൾക്കണുണ്ടോ വല്ലവരും? പ്രാർത്ഥിച്ചിട്ട് നിന്റെ കച്ചവടം നടക്കാനല്ല പ്രാർത്ഥിക്കണ്ടേ, കൂട്ടിയിടി ഉണ്ടാകാതിരിക്കാൻ, നിന്റെ ജീവിതത്തിലേക്ക് തിന്മ കയറി വരാതിരിക്കാൻ, നിന്റെ ജീവിതത്തിൽ തകർച്ച കയറി വരാതിരിക്കാൻ, നിന്റെ പിശാച് ആക്രമിക്കാതിരിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. വായിച്ചേ, അവിടുന്ന് എന്നോട് എന്തു പറയുന്നു? വാട്ട് ഈസ് ഹി ടെല്ലിങ് മീ റൈറ്റ് നൗ? എങ്ങോട്ട് തിരിയണമെന്ന് അവൻ പറയണേ. പ്രാർത്ഥനയുടെ ലക്ഷ്യമായി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അവൻ എന്നാ പറയണേ? ഇന്ന് നിങ്ങൾ വന്നേക്കുന്നതാ. എന്താ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കണേ? ഞാൻ എങ്ങോട്ട് തിരിയണമെന്ന് അവൻ എന്നോട് എന്തിനാ ഈ വിഷയം, നീ ഇപ്പോഴായിരിക്കുന്ന വിഷയത്തെപ്പറ്റി നിന്റെ ദൈവം സംസാരിക്കുന്നുണ്ട്. നീ ആയിരിക്കുന്ന പ്രശ്നത്തെപ്പറ്റി കർത്താവ് നിന്നോട് സംസാരിക്കുന്നേ. യോസേഫ് പിതാവിന് വിഷയം ഉണ്ടായപ്പോൾ യോസേഫ് പിതാവിനോട് മാലാഖ സംസാരിച്ചു. സ്തെഫാനോസിന് മരണസമയത്ത് മാലാഖ സംസാരിച്ചു. ഈ പൗലോസ്ലീഹ ഞാൻ പറഞ്ഞില്ല, ദർശനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ പൗലോസ്ലീഹ. അപ്പോസ്തല നടപടിയിൽ നമ്മൾ കാണുന്നില്ല 9-ാം അധ്യായത്തിൽ ആദ്യത്തത്. അപ്പോസ്തല നടപടി 9-ാം അധ്യായത്തിൽ വായിക്കുന്നതിനൊന്നുമില്ല, പോകുന്നില്ല. നോക്കിയ പൗലോസ് ഡമാസ്കസിൽ നിന്ന് ജെറൂസലേമിലേക്ക് യഹൂദരെ വധിക്കുവാനായിട്ട് ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ നശിപ്പിക്കാൻ വേണ്ടി പോവാം. ആരാ? സാവൂള്. ആ സാവൂളിന് ആ യാത്രയിൽ വെച്ച് ഒരു ദർശനമുണ്ട്. എന്ത് സംഭവിച്ചെന്ന് കണ്ടോ? That vision will change your life. The vision will transform your life. ദൈവമക്കൾ എന്തുമാത്രം ഒരു ദർശനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് എഴുന്നേറ്റ് അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കേ മക്കളെ, കാത്തിരിപ്പ. വാസ്തവം ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്, അവിടുന്ന് ആരോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ശത്രുക്കളാണോ അതോ നമ്മുടെ ആളുകളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയമുണ്ട്, ഒരു വിവാഹത്തിൽ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്, ഏത് തീരുമാനമായി എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തെ പറ്റിയും നിന്റെ ദൈവത്തിന് നിന്നോട് പറയാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. ഒരു കാത്തിരിപ്പ് കൂടാരം, ഒരു കാത്തിരിപ്പ്. ദൈവമക്കളെ, ഈശ്വരൻ നാമത്തിൽ അച്ഛൻ പറയണേ, നിന്റെ ദിവസം തീരും വൈകുന്നേരങ്ങളിൽ ഒരു കുറച്ച് നേരം നിന്റെ കാത്തിരിപ്പ് കൂടാരത്തിലേക്ക് നീ ഒന്ന് കയറിക്കേ. ഇത് ടി വിയും കണ്ട് കുറച്ച് ഒച്ചപ്പാടും വെച്ച് കുറച്ച് വർത്താനം പറഞ്ഞു കുറച്ച് കഞ്ഞിയും കുടിച്ചു കയറിക്കിടന്ന് ഉറങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും കുഞ്ഞ്. ഞാൻ നേരത്തെ പറഞ്ഞു, സംടൈംസ് യു മേ ഗെറ്റ് എ വിഷൻ. നീ അതിൽ വിശ്വസിക്കണം. ചുമ്മാ നിന്റെ തോന്നലും ഹാലൂസിനേഷനൊന്നും അല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. ദൈവം തന്നതാണ്, ഇത് ദൈവത്തിൽ നിന്നാണ് ഉറപ്പുള്ള ഒരു ദർശനം കിട്ടിയാൽ ആ ദർശനത്തെ നീ വിശ്വസിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പോകേണ്ട വഴി കർത്താവ് കാണിച്ചു തരുമെന്നേ, നീ നടക്കേണ്ട വഴി കർത്താവ് നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ചില മനുഷ്യരൊക്കെ എൻ്റെ അടുക്ക് വന്നിട്ട് പറയും, ചാച്ചൻ പറഞ്ഞ പോലെ നടന്നെന്ന് പറയും.
കഴിഞ്ഞ ദിവസം വന്നൊരു അപ്പൻ മോനുമായിട്ട് ആ വീട്ടിലെ എല്ലാ കാര്യവും അയാൾ പറഞ്ഞതാ, ഞാൻ പറഞ്ഞ പോലെ നടന്ന. എനിക്കറിയാം ഞാൻ ആരാന്ന്. അയാൾ അത്രയ്ക്ക് വിശ്വസിച്ചു. അച്ഛാ ഇക്കാര്യത്തിൽ ഉത്തരം വെച്ചാൽ തരണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആളുടെ തലയിൽ കൈവച്ചു, അമ്മാൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്ന ഉത്തരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ദൈവമക്കളെ, ദൈവം അതൊക്കെ ഇച്ചിരി പാടുള്ള കാര്യമാണ്. പക്ഷെ ആ മനുഷ്യൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ്, ഒരു നിസ്സാരക്കാരനൊന്നുമല്ല. ഈ മനുഷ്യരുടെയൊക്കെ എളിമ ഞാൻ ആലോചിക്കുക കേട്ടോ. അയാൾ പറയാ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, മക്കളുടെ കാര്യത്തിൽ പല പ്രശ്നങ്ങൾ, അതൊക്കെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ പോലെ നടന്നേക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ രാവിലെയാണെന്ന് തോന്നുന്നു, ഒരു മകനുമായിട്ട് വന്നിരിക്കുക. ദൈവമക്കളെ, നീ ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ താളത്തിനൊത്ത് നീ നീങ്ങിത്തുടങ്ങുമ്പോൾ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തമ്പുരാൻ കർത്താവ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്ക് അരുളി ചെയ്ത് ഉത്തരമരുളി ദർശനം രേഖപ്പെടുത്തുക. എന്താണ്? ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി. ദർശനം എപ്പോഴും ഒറ്റയ്ക്കുള്ളൊരു കാര്യമായിരിക്കണമെന്നില്ല. ഒരു കുടുംബത്തിന്, ഒരു ദേശത്തിന് വേണ്ടിയിട്ടൊക്കെ കർത്താവ് ദർശനങ്ങൾ തരും. ഒരുപക്ഷെ ഈ ഒരു ധ്യാന കേന്ദ്രം, ഇത് MSFS അച്ഛന്മാർക്ക് ഒരു തോന്നൽ തോന്നി ഇവിടെ ഒരു ധ്യാനം ഒന്നുമല്ല മക്കളെ. ഇത് ദൈവത്തിൻ്റെ ഒരു ദർശനം അച്ഛന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന്മാരിലൂടെ ദൈവം അത് പൂർത്തീകരിക്കുക. ഒരു കുറവുമില്ലാതെ മനോഹരമായിട്ട് ഈ ധ്യാനകേന്ദ്രം ഇവിടെ ഇത്രയും മനോഹരമായിട്ട് നടക്കുന്നു. ആഴ്ച ധ്യാനങ്ങൾ നടക്കുന്നു, കൺവെൻഷനുകൾ നടക്കുന്നു, ശനിയാഴ്ച ശുശ്രൂഷ നടക്കുന്നു. അതുപോലെ എനിക്കതല്ല അത്ഭുതം, ഇവിടെ ഉയരുന്ന വൈദികനെ എനിക്ക് അത്ഭുതം. ഓരോ കാലഘട്ടത്തിലും ചേർന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ മടുപ്പില്ലാത്ത തീഷ്ണതയുള്ള തീയുള്ള വൈദികരെ ഈ ധ്യാനകേന്ദ്രത്തിൽ കർത്താവ് ഓരോ സമയത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവളെ ഒരു വിസ്മയവാദ ദർശനങ്ങളില്ലാത്ത പ്രവാചകനുണ്ടെങ്കിൽ ദൈവമൈതൽ തീർന്നുമില്ല. കാലത്തിന് ആവശ്യമായിട്ടുള്ള പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, വിശുദ്ധരെ കർത്താവ് സഭയ്ക്ക് കാലാകാലങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയം അതായിരിക്കണം. കാലാകാലങ്ങളിൽ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള വിശുദ്ധരെ തരണമേ, പ്രവാചകരെ തരണമേ, അപ്പോസ്തലന്മാരെ തരണമേ, ദൈവങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഓടുന്നവന് പോലും വായിക്കും. കാരണം ഈ ദർശനം അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഈ ദർശനത്തിൽ നിന്ന് ഒരു ജീവിതം ആരംഭിക്കുന്നത്. കടന്നു പോകും. എന്നാലും ഞാൻ പറയുക, ഈശോയുടെ ജീവിതം ആരംഭിച്ചെവിടെയാ? യോർദ്ദാൻ നദിയില്. അവിടെ ഒരു ദർശനത്തിൻ്റെ അനുഭവമുണ്ട്. ഈശോ തമ്പുരാൻ മനുഷ്യപുത്രനായിട്ട് ഒരു മനുഷ്യനായിട്ട് നിൽക്കുക. എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനായിട്ട് യോർദ്ദാൻ നദിയുടെ കരയിൽ നിൽക്കുമ്പോൾ ഈശോ കണ്ടതെന്താ? സ്വർഗ്ഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് ഭാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു, പിതാവിന്റെ സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേൾക്കുന്നു. ദൈവമക്കളെ, എല്ലാ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതങ്ങൾ ദർശനത്തിൽ അടിസ്ഥാനമാകാത്ത ഒരു ജീവിതവും മുന്നോട്ട് പോകത്തില്ല. ദർശനങ്ങളില്ലാത്ത വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ദർശനങ്ങളില്ലാത്ത വ്യക്തിക്ക് പ്രത്യാശയോട് ജീവിക്കാൻ പറ്റത്തില്ല. ദർശനങ്ങളില്ലാത്ത വ്യക്തികൾക്ക് വിശുദ്ധരാകാൻ പറ്റില്ല. എനിക്കറിയില്ല, എന്നാലും ഞാനൊരു പ്രസ്താവന നടത്താൻ പോവാ. 99% വിശുദ്ധർക്കും ദർശനങ്ങളുണ്ടായിരുന്നു. 100 ഞാൻ പറയണില്ല, കാരണം എല്ലാം വിശുദ്ധരൊന്നും ഞാൻ വായിച്ചിട്ടില്ല. 99% വിശുദ്ധർക്കും ദർശനം ഉണ്ടായിരുന്നു. പറയട്ടെ, അപ്പോസ്തലന്മാർ ഉത്ഥാനം കഴിഞ്ഞ് ഈശോയെ ഉപേക്ഷിച്ച് യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്നുണ്ട്, മീൻ പിടിക്കാൻ പോകുമ്പോൾ കടലിന്റെ നടുക്ക് വെച്ച് ദർശനം കൊടുത്ത് അവരെ തിരിച്ചു പിടിക്കുന്ന ഈശോ തമ്പുരാൻ. നിന്റെ തീ പിടിപ്പ്, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കോരിയിടുന്ന തീയുടെ പേരാ ദർശനം. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കോരിയിടുന്ന തീയുടെ പേരാ ദർശനം. ഒരു കുടുംബനാഥ ദർശനം കാണണം. നിന്റെ ജീവിത പങ്കാളിയെ പറ്റി, നിന്റെ മക്കളെ പറ്റി ദർശനം കണ്ട് അതിനുവേണ്ടി നീ നിരന്തരം പ്രാർത്ഥിച്ചോ, നിന്റെ കുടുംബം ഒരു അഭിഷേകത്തിന്റെ കുടുംബമായി മാറും. ഒരു കുടുംബനാഥൻ ദർശനം കാണണം, ഒരു രോഗി ദർശനം കാണണം, ഒരു ദുരിതത്തിൽ നിൽക്കുന്ന വ്യക്തി ദർശനം കാണണം. അവൻ ആ ദർശനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ ദർശനം പൂർത്തിയ കർത്താവേ, അങ്ങയുടെ രാജ്യം വരട്ടെ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. നിരന്തരം ദർശനം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്യണം. ബാങ്കിൽ പൈസ കിടപ്പുണ്ട്, നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് ഇരിപ്പുണ്ട് അല്ലേ, ക്രെഡിറ്റ് കാർഡ് എന്നല്ലേ പറയണതിന്. അതെ, ഇതുകൊണ്ട് കുത്തി കാശ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ഇറ്റ്. നിന്റെ ജീവിതത്തിന്റെ ക്രെഡിറ്റ് കാർഡ്, നിന്റെ ജീവിതത്തിന്റെ അഭിഷേക കാർഡ് നീ ആക്ടിവേറ്റ് ചെയ്യണം. ഒന്ന്, നീ ആ ബാങ്കിൽ വിശ്വസിക്കണം, നിന്റെ പണം അവിടെ ഉണ്ടാവണം, നിനക്കത് ഉറപ്പുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ ഈ അഭിഷേക കാർഡ് കുത്തിയാൽ അതിൻ്റെ അകത്തുനിന്ന് നിനക്ക് ആവശ്യത്തിലധികം അഭിഷേകം ലഭിക്കും. ഇത് ബോധ്യപ്പെട്ട് നിങ്ങളുടെ ഭവനങ്ങൾ വിസ്മയങ്ങൾ തീർക്കാൻ പോവുക, നിങ്ങളുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. ദൈവമക്കളെ, ദൈവം കാണിച്ച ദർശനം തടയുവാനായിട്ട് ഒരു മനുഷ്യനെ സാധിക്കത്തില്ല. മാനുഷികമായ ഒരാസാധ്യതകൾക്കും ദൈവം നിനക്ക് തന്ന ദർശനത്തെ കെടുത്തിക്കളയാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ഒരു ആമേനോ ഒരു ഹല്ലേലൂയ എന്തേലും പറ. ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞ വല്ല മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഒരു ദർശനം, അതിന്റെ സമയം കാത്തിരിക്കുകയാണ്. നിശ്ചയം അത് പൂർത്തിയാകും. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. It is waiting for its fulfillment. പറക്കാനാ മക്കളെ ജീവിക്കുന്നത്. നമ്മള് പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണേ. അഭിഷേകത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, കൃപയിലേക്ക്. നമ്മളിനി അടിമകളല്ല, നമ്മളിനി ജീർണതയുടെ മക്കളല്ല. ദർശനം സ്വർഗത്തിൻ്റെതാ മക്കളെ, ദർശനം ഭൂമിയുടേതല്ല. ഭൂമിയുടെ തീറ്റയും കൂടിയാ, സ്വർഗത്തിന്റെ ദർശനങ്ങളാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ കാത്തിരുന്ന ഒരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി നീ കാത്തിരിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇനിയും സൗഖ്യം കിട്ടില്ല, സൗഖ്യം കിട്ടുവോളം കാത്തിരിക്കണം. 38 വർഷമായിട്ട് ബെത്സൈദ കുളക്കരയില് രസവാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ന് പറഞ്ഞ എന്താ? ഈശോ ജനിക്കുന്നതിന് മുമ്പ് ഈ കുളക്കര വന്നവനവൻ. വല്ലതും പിടികിട്ടിയോ? ഈശോ ജനിക്കുന്നതിന് മുമ്പ് ഈ ബെത്സൈദ കുളക്കരയിൽ മനുഷ്യനെ കൊണ്ടുവന്നിട്ടിരിക്കുക. രക്ഷകൻ ജനിച്ചിട്ടില്ല. Before that, he was waiting for the Lord or the Messiah to come and heal him. ഈശോ മാതാവിന്റെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവൻ ഈശോ മാതാവിന്റെ ഉദരത്തിൽ ജനിച്ചിട്ട് അവൻ ഈ ബെത്സൈദ കുളക്കരയിൽ എനിക്ക് 38 വർഷമാകുമ്പോ, അവന് 33 വയസ്സാകുമ്പോ അവൻ വരുമെന്ന് വിചാരിച്ച് കാത്തൊരു മനുഷ്യൻ കിടക്കുക. ജനിക്കാത്തൊരു കുഞ്ഞിന് വേണ്ടി 38 വർഷം കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. ബൈബിള് സിമ്പിളായിട്ടൊന്നും കാണല്ലേ, ബൈബിള് സിമ്പിളായിട്ട് കാണരുത്. അത് താമസിച്ചാൽ തന്നെ അതിനായി കാത്തിരിക്കുക. Yes, definitely it will take place. ആ ദർശനം സംഭവിച്ചിരിക്കും. ഇറ്റ് വിൽ നോട്ട് ബി ലേറ്റ്. പറയാ, അതിനായിട്ട് താമസിച്ചാലും കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അത് താമസിക്കത്തില്ല. ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ, വഴിക്കിട്ടയച്ച് വന്നവരുണ്ടല്ലോ, കാര്യം കാണാൻ വേണ്ടി നിൽക്കുന്നവര്, അവൻ്റെ കാര്യം പോക്കാം. ദർശനത്തിൽ വിശ്വാസമില്ലാത്ത ചിലരില്ലേ, അവരുടെ കാര്യം പോക്കാം. ഹൃദയ പരമാർത്ഥതയോടെ എന്നെ തേടുന്നവർ എന്നെ കാണും. ഉറപ്പിച്ചു വെച്ച മക്കളെ, നീ ഹല്ലേലൂയ പാടിയേ മരിക്കത്തുള്ളൂ, നീ കൈകൊട്ടി പാടിയിട്ടേ മരിക്കത്തുള്ളൂ. ഹല്ലേലൂയ.